ഹായ് എവരിവൺ. ഇന്നലെ ഗോൾഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നൊരു എൻട്രിയുടെ ഇൻ്റർഎഡ്ജ് മോഡൽ എങ്ങനെയാണ്, ഇൻ്റർഎഡ്ജ് ഈൽഡ് മോഡൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇതായിരുന്നു ഇന്നലത്തെ എൻട്രി. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇന്നലെ ഒരു ഇവൻ്റ് ഡേ ആയിരുന്നു, ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു, നല്ല ഹ്യൂജ് എഫക്ട്സ് ആയിരുന്നു ഇവൻറ്റ്സ് ഇന്നലെ മാർക്കറ്റിന് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി നമുക്കൊന്ന് ആദ്യം ഗോൾഡിൻ്റെ ഫുൾ ഡെയിലി പാറ്റേൺ എങ്ങനെയായിരുന്നു നോക്കാം. ഇന്നലത്തെ ഗോൾഡിൻ്റെ കംപ്ലീറ്റ് പാറ്റേൺ ഇതായിരുന്നു. സോ ന്യൂയോർക്ക് പ്രീ സെഷനിലാണ് മാർക്കറ്റ് 8:30 ഓപ്പണിംഗ് ന്യൂസ് റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഫിയറിലാണ് മാർക്കറ്റ് വലിയൊരു ഫാൾ വന്നത്. ദെൻ ന്യൂയോർക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഫോൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. സോ നമുക്കൊരു പ്രോപ്പർ റിട്ടെസ്റ്റോ റിട്രേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നില്ല എൻട്രിക്ക്. വി വർ വെയിറ്റിംഗ് അലോങ്. സോ ബിഫോർ ദാറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റെഫറൻസ് ആയിരുന്നു ഇന്നലെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഓപ്പണിംഗ് ഗ്യാപ്പ്. നിങ്ങൾ ഫോറക്സിൻ്റെ ചാർട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് കാണത്തില്ല. ദാറ്റ്സ് വൈ ഒന്നെങ്കിൽ ഒവാണ്ടേൻ്റെ ചാർട്ട് നോക്കുക, അല്ലെങ്കിൽ പേപ്പർ സ്റ്റോണിൻ്റെ ചാർട്ട് നോക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഈ ഓപ്പണിംഗ് ഗ്യാപ്പ് ഈ ഒരു ഫാളിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ട ഗ്യാപ്പ് പോലെയാണത്. സോ ഹോൾ മിഡ് നൈറ്റ് സെഷൻ കഴിഞ്ഞതിന് ലണ്ടൻ സെഷൻ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഗ്രാജ്വലി മുകളിലോട്ട് പോയിരുന്നു. സോ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പം 8:30 ജസ്റ്റ് ബിഫോർ 8:30 ആയപ്പോൾ മാർക്കറ്റ് ന്യൂസ് ഫിയർ എക്സ്പെക്റ്റേഷനിൽ വലുതായിട്ട് താഴോട്ട് പോകാൻ തുടങ്ങി. സോ ന്യൂയോർക്ക് ഓപ്പണിൽ ഒരു റിട്രേസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ലിക്വിഡിറ്റി ഗ്രാബ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ക്ലിയർലി ഫോളാണ് വന്നത്. വലിയ ഫോളായിരുന്നു. നമുക്ക് പാർഷ്യലി പോലും ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാർക്കറ്റ് വലുതായി അങ്ങ് ഫോൾ വന്നു. സോ അതിന് ശേഷമാണ് ഒരു 1 ഹവറിലെ ചെറിയൊരു റിജക്ഷൻ ക്യാൻഡലിന് ശേഷം മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂഷൻ തന്നു. ഈ ഹോൾ ടൈം മാർക്കറ്റ് നോക്കിയിരിക്കുമായിരുന്നില്ല. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. മാർക്കറ്റ് നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം കണ്ടിന്യൂസ് ഫാളാണ്. നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് ഒരു റിട്ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സോ ഒരു ന്യൂയോർക്ക് ലഞ്ചിന് ശേഷം ഞാനൊന്ന് മാർക്കറ്റ് എടുത്ത് നോക്കിയായിരുന്നു. സോ ആ സമയത്താണ് ഈ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിൻ്റെ ഈൽഡുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഞാൻ ഈ ഒരു എൻട്രി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഈ ഒരു പ്രീ ന്യൂയോർക്ക് സെഷനിൽ മാർക്കറ്റ് ഹെവിലി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മാർക്കറ്റ് ഹെവിലി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടറൊന്നുമില്ല. ഈൽഡ് അതുപോലെ തന്നെ എക്സെപ്ഷനലി ബുള്ളിഷ് ആയിരുന്നു. ഗോൾഡ് താഴോട്ട് വീഴുന്നതിനേക്കാളും ഈ ഒരു മൂമെൻറ്റിനേക്കാളും എത്രയോ എക്സെപ്ഷണലായിട്ടാണ് ഈൽഡ് മുകളിലോട്ട് പോയത്. പിന്നെ ഒരു 5 മിനിറ്റ് പോലും തികയുന്നതിന് മുമ്പാണ് ഈൽഡ് ഇത്രയും വലിയ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ്സ് എ പാനിക് അറ്റാക്ക് ഓൺ ഈൽഡ്. സോ ഇനി ഈൽഡിൻ്റെ മൂവ്മെൻറ്റിന് കുറച്ച് നേരത്തേക്ക് ഗോൾഡിൽ എഫക്റ്റ് വരില്ല. കാരണം ഈ ഒരു ഹെവി മൂവ്മെൻറ്റിൻ്റെ എഫക്റ്റ് ഗോൾഡിന് ചെയ്ത് തീർക്കാൻ ബാക്കിയുണ്ടാവും. ആ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു. ഈവൻ ദോ ഈൽഡ് ഇവിടെ കൺസോളിഡേറ്റഡ് ആയിട്ടും ഗോൾഡ് കണ്ടിന്യൂഷൻ തന്നത് ഈ ഒരു ന്യൂയോർക്ക് ഓപ്പണിന് ശേഷം ഇത്രയും വലിയൊരു കണ്ടിന്യൂഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതൊരു റീസണാണ്. സോ മോർണിംഗ് സെഷനിൽ ട്രേഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ക്ലിയർ ആയിരുന്നു. സോ വെയിറ്റഡ് ത്രൂ ദ മോർണിംഗ് സെഷൻ ഓൾ. അതിന് ശേഷം 1 മിനിറ്റിലോട്ട് പോവാം. സോ ന്യൂയോർക്ക് ലഞ്ചിൻ്റെ സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സെൽ സൈഡ് ഇൻബാലൻസ് ആൻഡ് ബൈ സൈഡ് ഇനഫിഷ്യൻസി ആയിരുന്നു ഇത് അതുപോലെ ഈ 3 എണ്ണം. അത് മാത്രമാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. സെൽ സൈഡ് ഇംബാലൻസ് ആൻഡ് ബൈ സൈഡ് ഇനഫിഷ്യൻസി, ഈ 3.
സോ ഈ ഒരു സെൽ സൈഡ് ഇംബാലൻസ് ബൈ സൈഡ് ഇനഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് തന്നിട്ടുള്ള ഈ റീറ്റെയിൽ പാറ്റേൺ, ഇത് കോമൺ റീറ്റെയിലേഴ്സ് ഇതിനെന്താ വിളിക്കുക? ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. സി, ഈ പാറ്റേൺ ഇങ്ങനെയാണുള്ളത്. ഈ സെയിം പാറ്റേൺ ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇത്രയും വലിയൊരു ഫാളിന് ശേഷം ഇങ്ങനത്തെ ഒരു പാറ്റേൺ കണ്ട് മാർക്കറ്റ് ഈ ഒരു നെക്ക് ലൈനിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമ്പം റിറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കോമൺലി ചിന്തിക്കുക എന്താണ്? ഇതൊരു പൊട്ടൻഷ്യൽ റിട്രേസ്മെൻറ്റ് ഓർ റിവേഴ്സൽ ആയിരിക്കും. സോ ആളുകൾ എന്ത് ചെയ്യും? ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഒന്നും മാർക്കറ്റ് എടുക്കാത്തത് കൊണ്ട് മിനിമം ഈ ഒരു ഏരിയ വരെയെങ്കിലും ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യും മാർക്കറ്റിൻ്റെ മൊമെൻറ്റിനെ. ഇതൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യും. സ്വാഭാവികമാണ്. മാർക്കറ്റ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ തന്നതിന് ശേഷം നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് പോലത്തെ കണ്ടിന്യൂഷൻ തന്നു. സോ ആളുകൾ ഈ ഒരു ടാർഗറ്റെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തേക്കാം. കാരണം ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല പലർക്കും. കാരണം ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ കംപ്ലീറ്റ് ആയതിനു ശേഷം റിട്രേസ്മെൻറ്റ് വന്നിട്ടില്ല. നോർമൽ റിറ്റെയിലേഴ്സിന് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നോർമൽ എന്ത് വരണം? ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് തരണം നെക്ക് ലൈനിലേക്ക്. ആ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് എന്ത് വന്നിട്ടില്ല? ഒരു റിട്രേസ്മെൻറ്റ് വന്നിട്ടില്ല. സോ ഫ്രസ്ട്രേറ്റഡ് ട്രേഡേഴ്സ്, ലോങ് ട്രേഡ് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഇവിടെ നിന്നും ഈ ഏരിയ നിന്നൊക്കെ എൻട്രി എടുത്തിട്ടുണ്ടാവും. സോ റിറ്റെയിലേഴ്സ് കോമൺലി ഇങ്ങനത്തെ ഒരു പാറ്റേൺ വരുമ്പോൾ നേരിട്ട് ബുള്ളിഷ് ആവുകയാണ് ചെയ്യുക. സോ സെയിം ടൈം നമ്മളെന്താ നോക്കുന്നത്? നമ്മൾ മാർക്കറ്റ് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഗോൾഡ് മുകളിലോട്ട് പോയി, സെയിം ടൈം ഈൽഡ് എന്ത് ചെയ്തു? താഴോട്ട് വന്നു. അതിൽ ഒരു പ്രത്യേകതയില്ല. നമുക്ക് മാർക്കറ്റിൻ്റെ പുറകെ റണ്ണ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വി ആർ ജസ്റ്റ് വാച്ചിങ് മാർക്കറ്റ് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഏത് സൈഡിലാണ് ലിക്വിഡിറ്റി എൻജിനീയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റ് ഈൽഡ് ഫാൾ ചെയ്തു, സെയിം ടൈമിൽ ഗോൾഡ് ബുള്ളിഷായി. സോ നമുക്കിപ്പോഴും ഒരു കൺഫർമേഷൻ ഇല്ല മാർക്കറ്റ് എവിടെ പോകും, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും. പക്ഷേ അതിന് ശേഷം ഈൽഡ് ഈ താഴോട്ട് വന്നിട്ടുള്ള ഈ ഒരു മൊത്തം മൊമെൻറ്റും ഒരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. ലൈക്ക് ദിസ്. ഈ ഏരിയയുടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ഈൽഡ് എന്ത് ചെയ്തു? അതിൻ്റെ ഇമ്പൾസീവ് മൂവ്മെൻറ്റ് ഏത് ഡയറക്ഷനിലോട്ടാണോ ആ സെയിം ഡയറക്ഷനിലോട്ട് കണ്ടിന്യൂഷൻ തന്നു. ലൈക്ക് ദിസ്. ഈൽഡ് നമുക്കിതിനെ വേണമെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നൊക്കെ വിളിക്കാം. ഈൽഡ് കണ്ടിന്യൂഷൻ തന്നു. സോ ഈ കണ്ടിന്യൂഷൻ തന്ന സമയത്ത് ഗോൾഡ് എന്താ ചെയ്ത്? ഈ മൊമെൻറ്റ് മുതൽ ഗോൾഡ് മുകളിലെത്തി, ഈൽഡ് താഴെ എത്തി. ആ മൊമെൻറ്റ് മുതൽ ഗോൾഡ് മുകളിലോട്ടും താഴോട്ടും പോവാതെ ഒരു സസ്റ്റൈനബിൾ മോഡലായിരുന്നു ഗോൾഡ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എവിടേക്കും പോകുന്നില്ല. ഒരു സൈഡ് വൈസ് ഓർ അക്യുമുലേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു രീതിയിലായിരുന്നു. പക്ഷേ നമുക്ക് എന്താ ഉള്ളത്? ഈൽഡ് മുകളിലോട്ട് പോകുന്നു, സെയിം ഡയറക്ഷനിലേക്ക് ഗോൾഡിൻ്റെ മാനിപ്പുലേഷൻ ആൻഡ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ, അതൊരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. നമുക്കതെങ്ങനെയാണ് ലിക്വിഡിറ്റി സ്വീപ്പാണെന്ന് പറയാൻ പറ്റുന്നത്? സോ ഈൽഡ് താഴെയുള്ള ലിക്വിഡിറ്റി എടുത്ത് മുകളിലോട്ട് പോകുന്നു, സെയിം ഡയറക്ഷനിലേക്ക് ഗോൾഡ് പോകുന്നു. അപ്പോൾ ഈ മുകളിലെടുത്തത് ലിക്വിഡിറ്റിയാണ്, കണ്ടിന്യൂഷൻ അല്ല. സോ ഈ ലിക്വിഡിറ്റി അറ്റാക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് എന്ത് വരുന്നു? ഒരു ഷിഫ്റ്റ് ഇൻ മാർക്കറ്റ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരുന്നു. സോ ഈ ഒരു മൊമെൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് കണ്ടപ്പം ഐ തോട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കുള്ള ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് ഒരു റിട്ടെസ്റ്റ് വരാൻ സാധ്യത ഉണ്ടാവില്ല. സോ ഇവിടെ നിന്ന് തന്നെ താഴോട്ട് ഞാൻ എൻട്രി എടുത്തു. ടാർഗറ്റ് ഇതായിരുന്നു. ഇത് ടാർഗറ്റ് ആവാൻ കാരണം എന്താണ്?
ഇത് ക്ലിയറാണ്. ഇത് റീറ്റെയിൽ പാറ്റേൺ ആണ്. ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. ICTയുടെ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. റീറ്റെയിൽ പാറ്റേൺസ് ആണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. റീറ്റെയിൽ പാറ്റേൺസ് ജനറേറ്റ് ചെയ്യും. അതിനുശേഷം മാനിപ്പുലേഷൻ വരും. മാനിപ്പുലേഷനിൽ നോർമൽ പാറ്റേൺസ് വഴി ചിന്തിക്കുന്ന എല്ലാവരും ഇതിൻ്റെ പാർട്ടാവും ഈ മൊമെൻറ്റിൻ്റെ. ദെൻ ഈ ഒരു ബിഗ് ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടില്ലേ, ഐ വിൽ ഷോ ഇൻ സൂമിങ്. ഈ ഒരു വലിയ ക്യാൻഡിൽ കണ്ടില്ലേ. അപ്പം ഇവിടെ നിന്നൊക്കെ എടുക്കാതെ വെയിറ്റ് ചെയ്ത ആളുകൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണുമ്പം എന്ത് ചെയ്യും, ഇതിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നോ ലൈക്ക് ഹിയർ ഇവിടെയുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നത് കാണുമ്പോൾ ഇവിടെ നിന്ന് ആഡ് ആവും, ഇവിടെ നിന്ന് എൻട്രി എടുക്കും. മാർക്കറ്റിന് എന്തായി, ഈ എൻട്രി എടുത്തവർക്ക് മുകളിലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പോലും സാധ്യത കൊടുക്കാതെ ഇമ്മീഡിയറ്റ് റിബാലൻസ്. ആ റിബാലൻസ് എവിടുന്നാണ് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, സെൽ സൈഡ് ഇംബാലൻസ് ആൻഡ് ബൈ സൈഡ് ഇൻഎഫിഷ്യൻസി. ഇതിൻ്റെ 50% എബോവ് ഒരു സിംഗിൾ ക്യാൻഡിൽ പോലും ക്ലോസ് ചെയ്തിട്ടില്ല. ഇതിനാണ് ഇമ്മീഡിയറ്റ് റിബാലൻസ് എന്ന് പറയുക. ഇമ്മീഡിയറ്റ് റിബാലൻസ് ഒരു തവണ ആണെങ്കിൽ കുഴപ്പമില്ല. സെക്കൻഡ് ടൈം ഈ ഒരു ഇമ്മീഡിയറ്റ് റീബാലൻസിൻ്റെ ഹൈയിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ടച്ച് ചെയ്ത ഉടനെ തന്നെ വീണ്ടും സെയിം പാറ്റേൺ. ഒരു ക്യാൻഡിൽ പോലും ഇതിൻ്റെ മുകളിൽ 50%-ൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെയും പ്രത്യേകിച്ച് ബൈ സൈഡ് ഇംബാലൻസ് സെൽ സൈഡ് ഇൻഎഫിഷ്യൻസിയുടെ 50% വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ CBയും ബിസിയും ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല, ഓരോ CBയിലും ബിസിയിലും മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമുക്ക് ഇനീഷ്യലി ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും ഒരു സമയം കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പം ഇതിനോട് നമ്മൾ ഈൽഡും കൂടി ആഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിങ് വളരെയധികം എളുപ്പമായി തുടങ്ങും. സോ ഈ ഒരു ഏരിയയിലെത്തി ഇമ്മീഡിയറ്റ് റീബാലൻസ് വന്നു, പ്രൈസ് 50%-ൻ്റെ താഴെ ക്ലോസ് ചെയ്തു. ഉടനെ നമുക്ക് എന്ത് വന്നു, ICT 2022 മെൻറ്റർഷിപ്പിൽ കണ്ടിട്ടുണ്ടാവും. ഇതിനെന്താ പറയുക, അൾട്ടിമേറ്റ് ട്രേഡ് എൻട്രി. അൾട്ടിമേറ്റ് ട്രേഡ് എൻട്രി മുകളിലോട്ട് പോയി ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഫെയർ വാല്യൂ ഗ്യാപ്പ്, എൻട്രി, ദെൻ ലിക്വിഡിറ്റി, ടാർഗറ്റ്. ഇനി ഞാൻ എൻ്റെ MT5ൻ്റെ ചാർട്ട് കാണിച്ചു തരാം. ഇതാണ് ഇന്നലത്തെ MT5ൻ്റെ ചാർട്ട്. ഇതിൽ മാർക്കറ്റ് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഹിസ്റ്ററി ഓണല്ല, ട്രേഡ് ഹിസ്റ്ററി. ഇന്നലെ ഒരു ട്രേഡ് എടുത്തില്ല. ഐ വാസ് വെയിറ്റിംഗ് ഓൾ ദീസ് ടൈം. ഈ ഒരു എൻട്രി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലിയർലി വിസിബിൾ ആയിട്ടുള്ള ഒരു എൻട്രി ഇത് മാത്രമേ എനിക്ക് ലോജിക്കലി ഇന്നലെ ചിന്തിച്ചപ്പോൾ കിട്ടിയുള്ളൂ. വേറെ ഒന്നും ഓക്കെ അല്ല. എൻട്രി നമുക്ക് മാർക്കറ്റ് പോകുന്നതിന് പുറകെ വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഇപ്പോഴും ചില സമയത്ത് ഇമോഷണലി ഓക്കെ അല്ലെങ്കിൽ ഞാനും അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴുള്ള ഏക ഡ്യൂട്ടി. ഈ ഇതുപോലുള്ള എൻട്രീസ് നമ്മൾ ഈൽഡൊക്കെ നോക്കാൻ എയിമായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കിട്ടും. പക്ഷേ ഇതില്ലാത്ത സമയത്ത് ട്രേഡ് നോക്കാതിരിക്കുക, ഐ മീൻ മാർക്കറ്റിനെ എന്താണ് പറയുക, ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി, ഇമോഷണൽ ഡ്യൂട്ടി. സോ ഐ വാസ് വെയിറ്റിംഗ് ഓൾ ദീസ് ലോങ്. വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ തന്നു. മാർക്കറ്റ് മുകളിലോട്ട് പോയി ബൈ സൈഡിലുള്ള മൊത്തം അറ്റാക്ക് ചെയ്തു. സെൻ ദ ഇമ്മീഡിയറ്റ് റീബാലൻസ് 2 തന്നു. 2022 എന്ത് വന്നു നമുക്ക്, അൾട്ടിമേറ്റ് ട്രേഡ് എൻട്രി, ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ടച്ച്. പക്ഷേ അതിൻ്റെ ഈ റിവേഴ്സൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഒന്നിലും എല്ലാത്തിലും വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് എൻട്രി എടുക്കാറ്. കാരണം ഇതുപോലെയുള്ള എൻട്രീസ് മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ എനിക്കൊരു 2-3 സ്റ്റോപ്പ് ലോസ് ഇന്നല്ലാതെ എൻ്റെ ട്രേഡ്സിനെ അധികം എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഞാൻ എൻട്രീസ് എടുക്കാറ്. സോ ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു 50% ലൈനിൽ തന്നെ വെച്ചു. കാരണം വീണ്ടും ഒരു റിടെസ്റ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഇമ്മീഡിയറ്റ് റീബാലൻസ് 2 തവണ വന്നു. ഇതെന്ത് വന്നു, ഇതൊരു ചെറിയ 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. സോ ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തു. കറക്റ്റ് ടാർഗറ്റിൽ ഞാൻ TP വെക്കാറില്ല, മാനുവൽ എക്സിറ്റ്സ് മാത്രമേ ചെയ്യാറുള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിലേ വന്നു. പക്ഷേ ഞാൻ പാർഷ്യലി 2-3 തവണയായിട്ട് മൊത്തം എക്സിറ്റ് ചെയ്തു. ഈ കണ്ടിന്യൂഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓൾറെഡി 1 AM ആയിട്ടുണ്ട്, 1 AMൻ്റെ അടുത്തായിട്ടുണ്ട് ട്രേഡ് ക്ലോസ് ചെയ്യുമ്പോൾ. സോ ഞാനത് എക്സിറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈൽഡുമായിട്ടുള്ള എന്താണ് ലോജിക്ക് എന്ന് നോക്കാം. സോ ഈ ഒരു ഏരിയ മാർക്കറ്റ് താഴെ എത്തിയതിന് ശേഷം ഈ മുകളിലോട്ട് ഈൽഡ് പോയ ഈ ഹോൾ ടൈം
ഗോൾഡും മുകളിലോട്ടാണ് പോകുന്നത്. ഓക്കെ, മുകളിലോട്ട് പോയിക്കോട്ടെ, ഗോൾഡിന് ഏത് വരെയും പോവാം, ഇതുവരെ പോവാം, മുകളിലോട്ട് ഈ ലിക്വിഡിറ്റിയിലേക്ക് പോവാം, നമുക്കത് അറിയില്ല. പക്ഷേ ആഫ്റ്റർ വി സീൻ ദിസ് ഇമ്മീഡിയറ്റ് റീബാലൻസ് ആൻഡ് 2022 അൾട്ടിമേറ്റ് ട്രേഡ് എൻട്രി, ഈ ഷിഫ്റ്റ് ഇൻ മാർക്കറ്റ് സ്ട്രക്ചറും ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിലേക്കുള്ള ഇവിടെ നിന്ന് എടുക്കണം എന്നില്ല. അത് എനിക്ക് അഷ്യൂരിറ്റി ഈൽഡ് നോക്കി മനസ്സിലായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ്. മേ ബി ഈ ഒരു ഏരിയ നിന്ന് കണ്ടിന്യൂഷൻ തന്നേക്കാമെന്ന് ഞാൻ കരുതിയെടുത്താണ്. നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് ഈ അൾട്ടിമേറ്റ് ട്രേഡ് എൻട്രിക്ക് വെയിറ്റ് ചെയ്താൽ മതി. സോ ഇതായിരുന്നു ഇന്നലത്തെ എൻട്രി ലോജിക്ക്. സമയത്ത് ഈൽഡ് മുകളിലോട്ട് പോയി, ഗോൾഡിൽ കറക്റ്റായിട്ട് ഇവിടുന്ന് ഒരു എൻട്രി കിട്ടി. ഈൽഡ് എന്ത് ചെയ്തു, ഈ ഏരിയ തന്നെ, ഈ ഒരു കൺസോളിഡേറ്റ് ഏരിയയിൽ തന്നെ വീണ്ടും സ്റ്റെക്കായി. സോ വിച്ച് മീൻസ് ഈൽഡ് താഴെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു എക്സെപ്ഷണൽ മൂവ് ആകെപ്പാടെ 2 മിനിറ്റിലേക്ക് തന്നിട്ടുള്ള ഈ ഒരു മൂവിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ബാക്കിയുണ്ട്, മാത്രം അറ്റ്ലീസ്റ്റ് ഈ ലിക്വിഡിറ്റി ബാക്കിയുണ്ട്. ആ സംഗതിയാണ് ഈൽഡ് നമുക്ക് എന്ത് തരുന്നത്, സിഗ്നലായിട്ട് തരുന്നത്. ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്, ഡൈവേർജൻസ് അല്ല. ഓക്കെ, സോ നമ്മൾ ഇതിൽ കൂടുതലൊന്നും മാർക്കറ്റിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എത്ര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം. നമ്മൾ ചാർട്ടും പ്രൈസ് ആക്ഷനും മാത്രം നോക്കുന്നതിലേക്ക് ഈൽഡും കൂടി ആഡ് ചെയ്യണമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതിൻ്റെ കാരണം അതാണ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.